മൃദുല, എന്നെ കേൾക്കാൻ പറ്റുമെന്നതാണ് ഞാൻ കരുതുന്നത്. നമ്മൾക്ക് ഒരിക്കലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമോ എന്ന് ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ജാതി പറഞ്ഞ് പുഴുത്ത പട്ടി എന്ന് മറ്റു കുട്ടികൾക്ക് മുന്നിൽ വെച്ച് പറഞ്ഞ് ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ അപമാനിച്ച് ജാതി പറഞ്ഞ് അതിനെ മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. കേരളത്തിലെ ഇത് രജനീയ സാനന്ദ് അങ്ങനെ നിരവധി വിദ്യാർത്ഥി സംഘങ്ങള് നിരവധി വിദ്യാർത്ഥികൾ ഇതുപോലെ ഈ ജാതിയുടെ പേരിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, അവര് മരണപ്പെട്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ജാതി കൊലകള്, കെവിന്റെ വിഷയം, അതുപോലെ തേങ്കുറിശ്ശിയിൽ അനീഷ്, ആതിര, അങ്ങനെ ഒരുപാട് പേര് മരണത്തിലും ഇതുപോലെ നമ്മളൊക്കെ തന്നെ സിദ്ധാർത്ഥന്റെ ഇതേപോലെ തന്നെ നമ്മൾ ന്യൂസ്8 ഇതുപോലെ വിഷയം സംസാരിച്ചിട്ടുള്ളതുമാണ്. പക്ഷെ ഇത് ഒരു തുടർ പരമ്പര പോലെ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിനകത്ത് കലാലയങ്ങൾ ഒരിക്കലും ജാതി വിമുക്തം ആയിട്ടില്ല ഇതുവരെ. പ്രത്യേകിച്ച് അധ്യാപകര് വിദ്യാർത്ഥികൾക്കിടയിൽ ഈ സോഷ്യൽ ആങ്സൈറ്റി എന്ന രീതിയിൽ ജാതി പുതിയ രീതിയിലേക്ക് മാറിയതിനെ പറ്റി അത്ര അവെയർ ആയിട്ടൊന്നുമില്ല. അവരുടെ വിചാരം ഇപ്പൊ കുഴി കുത്തി കഞ്ഞി കുടിക്കുക, അല്ലെങ്കിൽ പൂഹോയ് എന്ന് വിളിക്കാതിരിക്കുക എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ ജാതിയില്ല, എല്ലാവരും തുല്യരാണ് എന്നുള്ള രീതിയിലാണ് ഇവർ കരുതുന്നത്. ഇപ്പം 2010 ശേഷം, അതായത് അല്ലെങ്കിൽ 2000 തുടങ്ങിയതോടെ വളരെയധികം വിദ്യാർത്ഥികൾ പ്രൊഫഷണൽ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പാഷനാണ് അവരത്. ഇപ്പൊ പൊതുവിലൊരു അധ്യാപക സമൂഹം കരുതുന്നത് ചിലപ്പോൾ അവര് അധ്യാപകർ രാവിലെ അവരുടെ വീട്ടില് ആശ്രിതരായിട്ട് നിൽക്കുന്നവരല്ല, അവരുടെ പറമ്പിൽ പണിക്കൊക്കെ നിൽക്കുന്നവരെ അവരെങ്ങനെയാണോ കരുതുന്നത്, അപ്പൊ ഇവിടെ അത്തരം തൊഴിലുകൾക്കൊന്നും ഇത്തരം ജൈവിക തൊഴിലിനൊന്നും ഒരു ഡിഗ്നിറ്റി കൊടുത്തിട്ടില്ല. അപ്പൊ അവരുടെ തന്നെ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികള് ഇവര് മീനിയലായിട്ട് കരുതുന്ന അവരുടെ സാരി തേച്ചു കൊടുക്കുന്നതും, ഇതുപോലെ ഇവരുടെ കക്കൂസും കുളിമുറിയും ഒക്കെ കഴുകി കൊടുക്കുന്നതും, ഇവരുടെ വീട്ടിലെ രോഗികളെ കുളിപ്പിച്ചൊക്കെ കൊടുക്കുന്ന ആളുകളുടെ മക്കൾ ഇവിടെ വന്ന് ഡോക്ടറായിട്ട് ഇരിക്കുമ്പോൾ അവരെ പുഴുത്ത പട്ടിന്ന് വിളിക്കാനുള്ള സംസ്കാരം മാത്രമേ ഈ അധ്യാപകർക്കായിട്ടുള്ളൂ. അപ്പൊ ആ അധ്യാപകര് ഈ റാമെന്നോ സംഗീതയോ എന്നൊക്കെ ഉള്ള പേരിലുള്ള പല അധ്യാപകരെയും പ്രൊട്ടക്ഷൻ ഷീൽഡിൽ നിർത്തുന്നതിന് പിന്നിൽ എല്ലാ സർക്കാരിനും കൃത്യമായ പങ്കുണ്ട്. എങ്ങനെ പറയുമ്പോഴും, കാരണം ഈ ഡെന്റൽ കോളേജുകൾക്കകത്തൊക്കെ സ്റ്റാഫ് റൂമിനകത്ത് അവരെന്ത് ഈ പിള്ളേരെ കാണിക്കുന്നു എന്നുള്ളതിനെ പറ്റി യാതൊരു തരത്തിലുള്ള കൃത്യമായ ഒരു ചട്ടവും കടന്നു പോകുന്നില്ല. അവരുടെ തോന്നിയവാസത്തിന് അവർ പല കുട്ടികളെയും പറയുന്നു. പല കുട്ടികളും റാഗിങ്ങിന് ഇരയാകുമ്പോഴും ഇത്തരം വിഷയങ്ങൾക്കകത്ത് അവർ അകപ്പെടുമ്പോഴും ഒന്നും തന്നെ ചോദ്യം ചെയ്യാനായിട്ടൊരു സംവിധാനം അവിടെ ഉണ്ടാകുന്നില്ല. പുറത്തിങ്ങനെ നടക്കുന്നുള്ളതിനെ പറ്റിയൊന്നും ഗവൺമെന്റ് ശക്തമായ ഒരു വാണിംഗ് ഗവൺമെന്റ് തന്നെ കൊടുക്കാവുന്നതാണ്. അത് കൊടുക്കത്തില്ല, ഇവരെന്തും ആയിക്കോട്ടെ എന്നുള്ളതാണ്. അപ്പൊ അവസാനം മരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. മരിച്ച ആൾക്ക് എന്ത് മേടിച്ചു കൊടുത്തിട്ടാണ്? ഇപ്പൊ സിദ്ധാർത്ഥന്റെ അമ്മ ഇരുന്ന് കരയുന്നത് പോലെ എന്ത് വാങ്ങിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇവർക്ക് സസ്പെൻഷൻ കിട്ടുമ്പോൾ ഇത് കൊടുത്തത് കൊണ്ട് തീരുവോ? ഇങ്ങനെ നടക്കാതിരിക്കാൻ എന്ത് ചെയ്യും എന്നാണ് നോക്കേണ്ടത്. കൂടെയുള്ള ഒരൊറ്റ വിദ്യാർത്ഥികൾക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം അവരുടെ ഇന്റേണൽ മാർക്കിനെ ഇത് അഫക്ട് ചെയ്യും. കോളേജിനകത്ത് അനുഭവിക്കുന്നത് അവർ പുറത്ത് പറയത്തില്ല. ഞാൻ ക്യാമറ ഓണാക്കിയാണ് ഇരിക്കുന്നത്, എന്താണെന്ന് അറിയുന്നില്ല. അവിടുന്ന് പറയുന്നത് ക്യാമറ ഓൺ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇത്രയും നേരം കാണുന്നുണ്ടായിരുന്നു, ഇപ്പോ ക്യാമറ ഓഫ് ആണ്. ടെക്നിക്കൽ പ്രോബ്ലം ആണെങ്കിൽ ആരോടെങ്കിലും. ഓക്കെ. അപ്പൊ ഇത്തരം ഓരോ വിഷയങ്ങൾ വരുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ നീതി ഉറപ്പാക്കി കൊടുക്കാം, ഞങ്ങൾ ഏതറ്റം വരെ പോകാനാണ്, കുഴിമാടത്തിൽ നിന്ന് തിരിച്ചെടുത്തുകൊണ്ട് അവർക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം. ഈ സമൂഹങ്ങൾ പലപ്പോഴും പല വിദ്യാർത്ഥികൾ, ഇപ്പൊ നമ്മുടെ സ്കൂൾ ക്ലാസ്സിനകത്ത് ടീച്ചേഴ്സ് ജാതിപരമായി ഇടപെടുന്നില്ല, അല്ല കൂടെയുള്ള വിദ്യാർത്ഥികൾ ജാതിപരമായി ഇടപെടുന്നില്ല എന്ന് പറയുന്നത് ഒറ്റക്കാഴ്ചയിൽ പറയുന്നതാണ്. പലതരത്തിലും പലയിടങ്ങളിൽ പല വിഷയങ്ങളിലും സാമൂഹികമായ ഒരു ഒറ്റപ്പെടുത്തൽ ഈ കുട്ടികൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് സോഷ്യൽ ആങ്സൈറ്റി എന്ന വംശീയ പഠന വിഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വിഷയങ്ങൾക്കകത്ത് ഇതുപോലെ മാർജിനലൈസ്ഡ് സമൂഹങ്ങളിൽ നിന്നും ഉള്ള വിദ്യാർത്ഥികൾ കടന്നു വരുമ്പോൾ അവരുടെ അടുത്ത് ഇടപെടുന്ന ഒരു രീതിയിൽ അവർക്ക് പലപ്പോഴും അധ്യാപകർക്ക് പല രീതിയിലും അറിയുന്നില്ല. കാരണം ഇവർ പൊതുമുഖ്യധാരയിലേക്ക് കടന്നു വരുമ്പോൾ ഓഡ് വൺ ഔട്ടായിട്ട് ഇവരെ തരംതിരിക്കാനുള്ള ഒരു മെക്കാനിസം കോളേജുകൾക്കകത്ത് ഉണ്ട്. അപ്പൊ ഇത് വളരെ നല്ല ആത്മാർത്ഥതയുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. പലപ്പോഴും ഇത്തരമുള്ള ചില അധ്യാപകർ മാത്രമാണ് ഇവരെ ചേർത്ത് പിടിക്കുന്നത്. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന അധ്യാപകർക്ക് പുച്ഛമാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകളെ അല്ലെങ്കിൽ ഒരു തെറ്റുകളെ എക്സാഗ്രേറ്റ് ചെയ്യുകയും ഇവരൊക്കെ ഇങ്ങനെയുള്ളവരാണെന്നുള്ള തരത്തിലുള്ള ഒരു പഠിപ്പിക്കലും
ഇവർ കൊടുക്കുകയും ചെയ്യും. ഈ അധ്യാപകർ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുക, പരസ്യമായിട്ട് മിസ്യൂസ് ചെയ്ത ബാഡ് വേർഡ്സ് ഇവരെ കുട്ടികളെ പറയുക, അല്ലെങ്കിൽ ആ കുട്ടികളുടെ പാരന്റ്സിനെ അവിടെ ഡിമീൻ ചെയ്യുക അവരുടെ മുമ്പിൽ നിന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായ രീതിയിലും ക്രിമിനൽ കുറ്റങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ഈ നാളത്തെ പ്രൊഫഷണലുകളായി പൊതുമുഖ്യധാരയിൽ ഇറങ്ങേണ്ട വിദ്യാർത്ഥികളെയാണ് ഇങ്ങനെ പറയുന്നത്. അവരുടെ മനസ്സിനകത്തുണ്ടാകുന്ന അന്തസംഘർഷങ്ങളാണ് പലപ്പോഴും ഈ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറോ അല്ലെങ്കിൽ മർഡർ തന്നെയോ ആകുന്നത്. ഇത് എനിക്ക് ഈ മെറിറ്റിനെ ഇല്ലായ്മ ചെയ്യുന്നവരാണ്, മെറിറ്റിനെ ഇല്ലായ്മ ചെയ്യുന്നവരായി ഇവരുടെ കാണുകയാണ്. ഈ വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു തൊഴിൽ ഇവർ കരുതുന്നുണ്ട്. മാർജിനലൈസ് സമൂഹത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ചില ജോലികൾ ഏതൊക്കെയാണെന്നുള്ളത് ചിലപ്പോൾ എല്ലാ അധ്യാപകരും അല്ലെ ഇപ്പൊ റാമിനെ പോലെ സംഗീതയെ പോലെയുള്ള അധ്യാപകർക്ക് ഒരു ചട്ടക്കൂടിനകത്ത് അവർ വെച്ചിട്ടുണ്ട്. അവരുടെ മക്കൾ എങ്ങനെയാകണം എന്നുള്ളതും അവരെ ഞങ്ങൾക്ക് എന്തും വിളിക്കാം എന്നുള്ളതും ഉണ്ട്. ഇദ്ദേഹത്തിന്റെ പേരിന്റെ അറ്റത്ത് നല്ല വാലൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ നിതിൻ രാജിന്റെ അറ്റത്ത് നിതിൻ വാര്യരെന്നോ നിതിൻ അയ്യർന്നോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിതിൻ ഇന്നിവിടെ ജീവിച്ചിരുന്നേനെ. അല്ല, നിതിന്റെ നിറം പ്രശ്നമാണ്, നിതിന്റെ ജാതി പ്രശ്നമാണ്. നിതിനെ സംവരണത്തിലൂടെ കിട്ടുന്ന അഡ്മിഷൻ കിട്ടുന്നവരെ ഈ മെറിറ്റ് അട്ടിമറിക്കുന്നവരായി കാണുകയാണ്. മെറിറ്റ് അട്ടിമറിച്ച് മറ്റുള്ളവർക്ക് കിട്ടേണ്ട അവസരം ഇല്ലാതാക്കി വരുന്നവരായി കാണുകയാണ്. ഒപ്പം നിതിന്റെ ഈ സാമ്പത്തികം വെച്ച് നീ ഇതൊക്കെ എങ്ങനെ പഠിക്കും, നിനക്ക് എങ്ങനെ പറ്റും എന്ന് കളിയാക്കുകയാണ്. അപ്പോൾ എന്തിനൊക്കെയാണ് ഒരു വിദ്യാർത്ഥി മറുപടി പറയേണ്ടി വരുന്നത്? മാർജിനലൈസ്ഡ് സമൂഹങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇപ്പൊ ഈ മേഖലയിലോട്ട് വരുന്നത് പാരമ്പര്യ സ്വത്തുകളൊന്നും എടുത്തുകൊണ്ടല്ല വരുന്നത്. പലപ്പോഴും ഇവരുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളും ഒക്കെ തന്നെ പരസ്പരം ഒരു സഹായം ഹെൽപ്പൊക്കെ ചെയ്തുകൊണ്ടും പലിശയ്ക്ക് പൈസയൊക്കെ എടുത്തുകൊണ്ടായിരിക്കും ഇവർ വരുന്നത്. ഇപ്പൊ ഈ പിള്ളേർ അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് പലയിടങ്ങളിലും ഇവർക്ക് മാർജിനലൈസേഷൻ ഉണ്ടാകും. ഇവരുടെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പ് കാണുമ്പോൾ അറിയാം ഇത് ഏത് വിഭാഗത്തിൽ നിന്ന് വരുന്നതാണെന്ന് ഈ അധ്യാപകർക്ക് കൃത്യമായിട്ട് അറിയാം. പഞ്ചായത്തിൽ നിന്ന് ലാപ്ടോപ്പിന്റെ മേടിച്ചുകൊണ്ട് വരുന്നതും അതല്ല വളരെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ലാപ്ടോപ്പിന്റെ വില അടിസ്ഥാനത്തിലും ഒക്കെ തന്നെ അധ്യാപകർ തരംതിരിക്കുന്നതിനെ പറ്റി വ്യക്തമായ അറിവുകൾ നമുക്കുണ്ട്. കുട്ടികൾ നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാലിലിട്ട ഷൂസിന്റെ ബ്രാൻഡ് വെച്ചുകൊണ്ട് കുട്ടികളെ തരംതിരിക്കും. ഫോട്ടോ എടുക്കുമ്പോൾ പുറത്തോട്ട് മാറ്റി നിർത്തി തരംതിരിക്കും. ഞാൻ അധ്യാപിക കൂടിയാണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിനെപ്പറ്റിയൊക്കെ വളരെ നമ്മൾ വംശീയ പഠനങ്ങൾ നടത്തുന്നതുകൊണ്ട് ഇത് കുട്ടികൾക്കകത്ത് ഒരു സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഈ സോഷ്യൽ ആങ്സൈറ്റി അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. ഈ സോഷ്യൽ ആങ്സൈറ്റിയെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ചേർത്ത് നിർത്തിക്കൊണ്ട് അകറ്റുവാനും അകറ്റി നിർത്തിക്കൊണ്ട് അടുപ്പിക്കുന്നതുമായുള്ള ഒരു മെക്കാനിസമാണ് പല ടീച്ചേഴ്സും ഈ പ്രയോഗിക്കുന്നത്. ഇത് ഞങ്ങൾ ജാതി പറയുന്നില്ല എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഈ സോഷ്യൽ ആങ്സൈറ്റിയെ കുഞ്ഞുങ്ങൾക്കിടയിൽ ഭയങ്കരമായ ട്രിഗറുകൾ ഉണ്ടാക്കി ട്രോമ വരുത്തുന്നുണ്ട്. ഈ ട്രോമയാണ് മരണത്തിലേക്ക് ഇവരെ നയിക്കുന്നത്. അതിനെ അഡ്രസ് ചെയ്യുവാൻ വേണ്ടി ഇൻ സർവീസ് കോഴ്സുകൾ, റിഫ്രഷർ കോഴ്സുകളൊക്കെ ഇഷ്ടംപോലെ നടത്തുമ്പോൾ മാർജിനലൈസ്ഡ് സമൂഹത്തിൽ നിന്നുള്ള കുട്ടികൾ കൂടി കടന്നു വരുമ്പോൾ ഇതൊരു പ്ലൂറാലിറ്റി ഉള്ള സമൂഹമായി മാറുമ്പോൾ അവിടെ എത്തരത്തിലാണ് അധ്യാപകർ പാകപ്പെടേണ്ടതെന്നും എല്ലാ മനുഷ്യരെയും എല്ലാ വിദ്യാർത്ഥികളെയും തുല്യനിലയിലല്ല പരിഗണിക്കേണ്ടതെന്നും അവർക്ക് സൈക്കോളജിക്കലായി അഡ്രസ് ചെയ്യേണ്ടവരുണ്ട്. സാമൂഹിക നില കുറഞ്ഞവരെ, സാമൂഹിക സ്റ്റാറ്റസ് പല കാരണങ്ങളാൽ കേരളത്തിൽ ലഭ്യമല്ലാത്തവരെ അഡ്രസ് ചെയ്യേണ്ട തരത്തിലുള്ള വംശീയ പഠനങ്ങൾ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. മറിച്ച് കൊല്ലാനിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രക്തസാക്ഷിയെ ഏറ്റെടുക്കുന്നത് ശരിയായ നടപടിയല്ല. ഇനി ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായും നമുക്കൊപ്പം ആദിൽ കൂടി ചേരുകയാണ്. ആദിൽ, SFI ശക്തമായ ഭാഷയിൽ തന്നെ ഇന്നിപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.